ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ഇക്കായി ഏക് പാഠം 1 ഖുലേ ദിൽ സേ. ഖുലേ എന്ന് പറഞ്ഞാൽ എന്താ? ഖുലേ എന്ന് പറഞ്ഞാൽ തുറന്ന, ദിൽ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ്. തുറന്ന മനസ്സുമായി അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ തവളയും റാബിറ്റ് മൊയലിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഖുലേ ദിൽ സേ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് തുറന്ന് ഒരു കാര്യം ചെയ്യുക, മനസ്സ് തുറന്ന് സന്തോഷിക്കുക. ആദ്യത്തെ ചോദ്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. സബ് ഖുഷി മേ ഹേ ക്യൂ? സബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഖുഷി എന്ന് പറഞ്ഞാൽ എന്താ? ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പം എല്ലാവരും സന്തോഷത്തിലാണ്. ക്യോ, ക്യോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. എല്ലാവരും ഇവിടെ കാണിച്ചിട്ട് കണ്ടോ, ഈ തത്തമ്മയും അതുപോലെ തന്നെ ഈ കോഴിയും ഈ ജിറാഫും ഒക്കെ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടു കൂടി അല്ലേ, സന്തോഷത്തോടു കൂടി പരസ്പരം സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സന്തോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എന്തെഴുതാം? നമുക്ക് എന്തെഴുതാം? പ്രകൃതി മേ സബ് ജീവ് ആപസ് മേ പ്യാർ സെ രഹത്തെ ഹേ. പ്രകൃതി മേ സബ് ജീവ്, പ്രകൃതിയിലെ എല്ലാ ജീവികളും അല്ലേ, എല്ലാ ജീവജാലങ്ങളും ആപസ് മേ അവർക്കിടയിൽ, അവർ തമ്മിൽ അല്ലേ സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പ്യാർ സെ രഹത്തെ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തോട് കൂടിയാണ് ജീവിക്കുന്നത്. ഇസിലിയേ വഹ് ഖുഷ് ഹേ, അതുകൊണ്ടാണ് അവർക്കൊക്കെ ഇത്ര അധികം സന്തോഷം. അപ്പം എന്താ ഉത്തരം വരുന്നത്? പ്രകൃതി മേ സബ് ജീവ്, പ്രകൃതിയിലെ എല്ലാ ജീവികളും ആപസ് മേ പ്യാർ സെ രഹത്തെ ഹേ, തമ്മിൽ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവരിത്ര സന്തോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം വരുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം? ഈ നീലി ചിടിയ, ഈ ഒരു കവിതയുടെ മലയാളം അർത്ഥം നമുക്ക് നോക്കാം. കേട്ടോ, എഴുതിയിരിക്കുന്നത് ആരാണ്? ഹരിവംശരായ് ബച്ചനാണ് എഴുതിയിരിക്കുന്നത്. നീലി, നീലി എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ പിക്ചറിൽ കൊടുത്തിട്ടില്ലേ, നീല കളറിനെയാണ് ഹിന്ദിയിൽ എന്ത് പറയുന്നത്? നീല എന്ന് പറയുന്നത്, നീലി എന്ന് പറയുന്നത്. ഓക്കെ, ചിടിയ എന്ന് പറഞ്ഞാൽ എന്താ? ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ഓക്കെ, നമുക്ക് ഈ 4 വരിയും വായിക്കാം, എന്നിട്ട് ഞാൻ ഓരോ വരിയുടെയും മലയാള അർത്ഥം പറയാം. കേട്ടോ. नीले आसमान से उतरी नीली एक निराली चिड़िया गाती उड़ने वाली चिड़िया उड़ती गाने वाली चिड़िया. ഓക്കെ, എന്താണ്? നീലെ ആസ്മാനസെ ഉത്തിരി. നീലെ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ഓൾറെഡി. എന്താണ്? നീല കളറിനെയാണ് നീല എന്ന് പറയുക. ആസ്മാൻ, ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. എന്താണ്? ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം, ആകാശം. കേട്ടോ. അപ്പോൾ നീലെ ആസ്മാനസെ ഉത്തിരി, ഉത്തിരി എന്ന് പറഞ്ഞാൽ ഇറങ്ങി, ഉത്തിരി എന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഓക്കെ, അപ്പോൾ നീലെ ആസ്മാൻ, അപ്പോൾ നീലെ ആസ്മാനസെ ഉത്തിരി, ആ നീല കളറുള്ള ആകാശത്തിൽ നിന്നാണ് അവൾ ഉത്തിരി ഇറങ്ങി വന്നത്. ആരാണ്? നമ്മുടെ കിളി അല്ലേ. നീലി ഏക് നിരാലി ചിടിയ, നീല കളറിലുള്ള ഒരു നിരാലി. നിരാലി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതം അല്ലേ. നിരാലി അത്ഭുതം എന്ന് പറയാം. അപ്പോൾ ഒരു അത്ഭുത കിളി നമ്മുടെ നീല ആസ്മാനസെ, നീല കളറുള്ള ആകാശത്ത് നിന്നതാ താഴെ ഇറങ്ങിയിരിക്കുന്നു. ഗാത്തി ഉടനെ വാലി ചിടിയ. ഗാത്തി, ഗാത്തി എന്ന് പറഞ്ഞാൽ എന്താ? പാട്ട് പാടുന്നത്. ഗാത്തി എന്ന് പറഞ്ഞാൽ പാടുന്നത്. അപ്പോൾ പാട്ട് പാടി, ഉടനെ വാലി പറക്കുന്ന, ചിടിയ എന്താ? പക്ഷി. അപ്പോൾ ഇങ്ങനെ പാട്ട് പാടി പറന്ന് നടക്കുന്ന ഒരു പക്ഷിയാണ് അവൾ. ഉടുത്തി ഗാനേ വാലി ചിടിയ, പറന്ന് നടന്ന് അവളിങ്ങനെ പാട്ട് പാടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം, മലയാളം അർത്ഥം വരുന്നത്. നീലെ ആസ്മാനസെ ഉത്തിരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനേ വാലി ചിടിയ. അപ്പം നീല ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നതാണ് ഒരു അത്ഭുത പക്ഷി അല്ലേ. ഒരു നീല കളറിലുള്ള ഒരു അത്ഭുത പക്ഷി നീല ആകാശത്ത് നിന്നാണ് വന്നത്. എങ്ങനെയാണ് അവൾ? ഗാത്തി ഉടനെ വാലി ചിടിയ, പാടിക്കൊണ്ട് അങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട്? ഉടുത്തി ഗാനേ വാലി ചിടിയ, പറന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നുമുണ്ട്. ഓക്കെ, ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനേ വാലി ചിടിയ ഇൻ പത്തോ മേ ഉൻ പത്തോ മേ ചിപ്കർ ഗാനേ വാലി ചിടിയ. ഒന്നുകൂടി നമുക്ക് ഓരോ ലൈനായിട്ട് വായിക്കാം. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനേ വാലി ചിടിയ. എങ്ങനെയാണ്? മരത്തിന് ചില്ലകളുണ്ട് അല്ലേ. അപ്പോൾ മരത്തിന് ചില്ലകളുണ്ട്. അപ്പോൾ ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക്
ഫുനിഗി എന്ന് പറഞ്ഞാൽ എന്താ? ചില്ല. മരത്തിൻ്റെ ആ കൊമ്പുണ്ടല്ലോ, ചെറിയ ചെറിയ കൊമ്പ്, ചില്ലേനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഉടുക്കർ ജാനേ വാലി ചിടിയ, ആ പറന്നുകൊണ്ടാണ് മറ്റൊരു ചില്ലയിലേക്ക് പോകുന്നത്. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനേ വാലി ചിടിയ. ഇൻ പത്തോമേ, പത്താന്ന് പറഞ്ഞാൽ എന്താണ്? ഇലേനെയാണ് പറയുന്നത്. ഇൻ പത്തോമേ ഉൻ പത്തോമേ, ഈ ഇലകളിലും മറ്റിലകളിലും ചിപ്കർ ഗാനേ വാലി ചിടിയ. ചിപ്പന എന്ന് പറഞ്ഞാൽ എന്താ? ഒളിക്കുക, ഒളിച്ചിരുന്ന് ഗാനേ വാലി ചിടിയ, പാട്ട് പാടുന്നുണ്ട് അല്ലേ? നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ കിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, പക്ഷെ കിളിയെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതാ ഇലകൾക്കിടയിലൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇൻ പത്തോമേ ഉൻ പത്തോമേ, ഈ ഇലകളിലും ആ ഇലകളിലും ഒക്കെ മറഞ്ഞിരുന്നു കൊണ്ട് ചിപ്പന, ചിപ്പുക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഒളിച്ചിരിക്കുക, മറഞ്ഞിരിക്കുക. അങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ട് അവൾ പാട്ട് പാടുകയാണ്. ഇത് ഒന്നുകൂടി വായിക്കാം. ഇസ് ഫുനിഗി സെ ഉസ് ഫുനിഗി പർ ഉടുക്കർ ജാനേ വാലി ചിടിയ. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനേ വാലി ചിടിയ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. पर फड़काकर नीचे आकर, पर फड़काकर नीचे आकर दाना खाने वाली चिड़िया. दाना खाकर पर फड़काकर जड़ उड़ जाने वाली चिड़िया. എന്താ പറയുന്നത്? ഫടുക്കാക്കർ നീച്ചേ ആക്കർ. എങ്ങനെയാണ് കിളികളൊക്കെ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പറന്ന് വരിക? നമ്മൾ വീടിൻ്റെ മുറ്റത്ത് അരിമണികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫടുക്കാക്കർ, അതിങ്ങനെ ചിറകുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് അല്ലേ, വീശിക്കൊണ്ട് അത് ഇങ്ങനെ നീച്ചേ ആക്കർ, താഴെ വരും. ദാന ഖാനേ വാലി ചിടിയ. എന്തിനാണ്? അവിടെ കിടക്കുന്ന ദാന, അരിമണികൾ അല്ലെങ്കിൽ നെൽമണികൾ, എന്താണോ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ആ മണികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, ഖാനേ വാലി ചിടിയ, കഴിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചിറകടിച്ച് താഴേക്ക് വരും. ദാനാക്കാക്കർ പറുഫടുക്കാക്കർ, ആ അരിമണികൾ അല്ലെങ്കിൽ നെൽമണികളൊക്കെ കഴിയുമ്പോഴേക്കും എന്താണ്? പറുഫടുക്കാക്കർ, വീണ്ടും ഇങ്ങനെ ചിറകടിച്ചിട്ട് ജഡ് ഉടുജാനേ വാലി ചെടി. അതാ ജഡ് ഉടുജാനേ വാലി എന്ന് പറഞ്ഞാൽ എന്താ? ജഡ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അല്ലേ, പെട്ടെന്ന് തന്നെ അത് പറന്നു പോവും എന്നാണ് പറയുന്നത്. ഉടുജാനേ വാലി എന്ന് പറഞ്ഞാൽ പറന്നു പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇത് വായിക്കാം. पर फड़काकर नीचे आकर दाने खाने वाली चिड़िया. दाना खाकर पर फड़काकर जड़ उड़ जाने वाली चिड़िया. അപ്പോൾ നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. നീലേ ആസ്മാൻ സേ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ. ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया. इन पत्तों में उन पत्तों में छिपकर गाने वाली चिड़िया. पर फड़काकर नीचे आकर दाना खाने वाली चिड़िया. दाना खाकर पर फड़काकर जड़ उड़ जाने वाली चिड़िया. ओके, ഇനി അടുത്ത് വായിക്കാം. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ, ഈ കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക്. ഡാലി എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്നാണ് അർത്ഥം. ഉട് ഉട് ജാനെ വാലി ചിടിയ. കണ്ടോ, കൊമ്പ് എന്ന് പറഞ്ഞാൽ ഡാലി എന്ന് പറഞ്ഞാൽ കണ്ടോ, വലിയ വലിയ മരത്തിൻ്റെ ഉണ്ടാവില്ല, അതിനെയാണ് ഡാലി എന്ന് പറയുക. ഫുൻഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ചെറിയ ചില്ലകൾ പോലെ പോകുന്നുണ്ടാവില്ല, അതിനെയാണ് ഫുൻഗി എന്ന് പറയുക. നമ്മൾ നേരത്തെ പറയുന്നല്ലോ അത് കേട്ടോ. അപ്പോൾ ഇസ് ഡാലി സെ ഉസ് ഡാലി പർ, ഈ മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക്. ഉട് ഉട് ജാനേ വാലി ചിടിയ, പറന്നങ്ങനെ പോകുന്ന ഒരു കിടിയാണ്. ലാക്ക് ബുലാവു ലേഖിനി മേരെ പാസിന ആനെ വാലി ചിടിയ. ലാക്ക് ബുലാവു ലേഖിനി മേരെ, ഒരു 100 വട്ടം അല്ലേ, ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം, ഒരു 1,00,000 വട്ടം വിളിച്ചിട്ടും അല്ലേ, പല വട്ടം ഞാൻ വിളിച്ചിട്ടും. ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കുക, ലേഖിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ
അപ്പോൾ ആ കുട്ടി പറയാണ്, ആ കവി പറയാണ്, ഞാനൊരു 1,00,000 പ്രാവശ്യം, അതായത് പല പ്രാവശ്യം ഞാൻ ആ കിളിയെ വിളിച്ചിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ എന്താണ്, മേരെ പാസിന ആനെ വാലി ചിടിയ, എൻ്റെ അടുത്തേക്ക് അവളൊന്ന് വരുന്നു പോലും ഇല്ല. അല്ലേ, നമ്മൾ ആ കിളിയൊക്കെ വിളിക്കുമല്ലേ, പക്ഷെ ആ കിളി എൻ്റെ അടുത്ത് പോലും ഒന്ന് വരുന്നില്ല എന്നാണ് കവി പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. ഇസ് ഡാലി സെ ഉസ് ഡാലി पर उड़ उड़ जाने वाली चिड़िया लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. നീലെ ആസ്മാൻ സെ ഉത്തിരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനേ വാലി ചിടിയ. നമ്മൾ ഈ പോമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ അതേ ലൈൻസാണ്. എന്താ പറയുന്നത്, നീലെ ആസ്മാനസേ ഉത്തിരി, നീലാകാശത്ത് നിന്ന് ഉത്തിരി ഇറങ്ങി വന്നതാണ് ആര്, നീലി ഏക്ക് നിരാലി ചിടിയ, നീല കളറിലുള്ള ഒരു നിരാലി അത്ഭുത പക്ഷി എന്നാണ് പറയുന്നത്. ഗാത്തി ഉടനെ വാലി ചിടിയ, പാട്ട് പാടി അതങ്ങനെ പറന്ന് നടക്കുകയാണ്. ഉടുത്തി ഗാനേ വാലി ചിടിയ, പറന്നുകൊണ്ട് അവൾ പാട്ട് പാടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പോം വരുന്നത്. അപ്പം നമുക്ക് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കാം. ഇസ് ഡാലി സെ ഉസ് ഡാലി पर उड़ उड़ जाने वाली चिड़िया लाख बुलाओ लेकिन मेरे पास न आने वाली चिड़िया नीले आसमान से उतरी नीली एक निराली चिड़िया ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനേ വാലി ചിടിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പോം വരുന്നത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.